അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വലിയ വിശ്വസ്തതയാലാണ് നാം ഇന്ന് പകൽക്കാലം കാണുവാൻ നമുക്ക് സാധിച്ചത്. നമുക്ക് തമ്മിൽ ഈ പ്രഭാതത്തിൽ നിന്ന് കാണുവാൻ ഒരു ഭാഗ്യം നൽകിയില്ലേ? സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവം നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം 91-ാം സങ്കീർത്തനം അതിന്റെ 14-ാമത്തെ വാക്യമാണ്. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. ദൈവത്തിന് സ്തോത്രം. ആരാണ് നമ്മുടെ ദൈവം? പ്രതികൂലത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനായ ദൈവം. സ്തോത്രം. ഹാഗാർ പൈതലും മരുഭൂമിയിൽ കിടന്നുകൊണ്ട് നിലവിളിക്കുകയാണ്. അല്പം വെള്ളത്തിന് വേണ്ടിയാ, ദാഹമൊന്ന് മാറ്റാനാ, അതേ ചുണ്ടുകളൊന്ന് നനയ്ക്കാൻ വേണ്ടിയാ, ജീവനൊന്ന് നിലനിർത്താൻ വേണ്ടിയാണ്. പക്ഷെ അവരുടെ നിലവിളി ആ മരുഭൂമിയിൽ കേൾക്കാൻ ആരുമില്ലായിരുന്നു. ആ കഷ്ടതയിൽ നമ്മളെ വിടുവിക്കുവാനായിട്ട് ആരുമില്ല. കുഞ്ഞിന്റെ മരണം കാണുവാൻ കഴിയാതെ വണ്ണം കുഞ്ഞിനെ ഒരിടത്ത് കിടത്തി അമ്മ മാറി ഒരിടത്തിരുന്നുകൊണ്ട് പൊട്ടിക്കരയുക. നമ്മൾ പലപ്പോഴും ഇതുപോലെയല്ലേ? മരുഭൂമിയുടെ അനുഭവങ്ങളിൽ നമ്മൾ കരയുന്നത് ആരും കേൾക്കാറില്ല. ഞാൻ നിങ്ങളുമൊക്കെ രാത്രിയുടെ യാമങ്ങളിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് നിലവിളിക്കുകയും കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ബന്ധുക്കൾ പോലും, വീട്ടിൽ താമസിക്കുന്നവർ, നമ്മുടെ കൂടെയുള്ളവർ പോലും അറിയാത്ത സാഹചര്യം. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നമ്മൾ ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കുന്നൊരു ദൈവത്തിലാണോ എല്ലാ സങ്കടങ്ങളിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചു പോകും. നിങ്ങൾ മരുഭൂമിയിലേക്ക് നടന്നു പോകുമ്പോൾ അതറിയുന്നത് ദൈവം മാത്രമാണ്. മറ്റുള്ളവർ നിങ്ങളെ മരുഭൂമിയിലേക്ക് തള്ളിവിടുമ്പോൾ നിങ്ങളുടെ കൂടെ മരുഭൂമിയിൽ വരുന്നവൻ ദൈവമാണ്. സ്തോത്രം. ഇസ്രായേൽ ജനത്തോട് പറയുന്നത്, നിങ്ങളെ 40 വർഷം ഞാൻ നടത്തിയ വിധങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം. പക്ഷെ അവരറിയുന്നില്ല, അവർ 40 വർഷം അവർ നടന്നു പോയത്. അവരുടുത്ത വസ്ത്രം ജീർണിച്ചില്ല, അവർ കാലിൽ കിടന്ന ചെരുപ്പ് എന്ത് ചെയ്യുക, ജീർണിച്ചു പോയില്ല. ഇതൊന്നും നഷ്ടപ്പെടാതിരുന്നത് കൊണ്ട് അവരെന്ത് ചെയ്യുന്നില്ല, അവരൊന്നും അറിയാത്ത സാഹചര്യത്തിലാണ് പോയത്. ഇടയ്ക്ക് അതുകൊണ്ട് ദൈവം പറയുക, നിങ്ങളെ 40 വർഷമാ, ഒന്നും രണ്ടുമല്ല, അനേകമായ 40 വർഷക്കാലം ഞാൻ നിങ്ങളെ മരുഭൂമിയിൽ നടത്തിയില്ലേ. സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ദൈവം എത്രയോ അധികമായി നമ്മളെ സ്നേഹിച്ച് നമ്മെ നടത്തുന്ന വിധങ്ങൾ ഓർത്ത് ഇന്ന് പകൽക്കാലം ദൈവത്തിനൊന്ന് നന്ദി പറ. പരിശുദ്ധാത്മാവിടെ പറയുന്നു, ഈ സങ്കീർത്തനത്തിൽ കൂടെ പറയുക, നാം അവനോട് പറ്റിച്ചേർന്നിരിക്കിയാൽ അവൻ നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. സ്തോത്രം. പ്രതികൂലങ്ങൾ എത്ര വലുതായിക്കോട്ടെ, പ്രശ്നങ്ങൾ എത്ര വലിയതായിക്കോട്ടെ, നിങ്ങളുടെ രോഗഭാരം എത്ര വലിയതായിക്കോട്ടെ, ദൈവത്തിന് നിങ്ങളെ വിടുവിക്കാൻ കഴിയും. നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങളെ വിടുവിക്കുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. സഹോദരന്മാർ യോസഫിനെ പൊട്ടക്കിണറ്റിലേക്ക്, ആ കുഴിയിലേക്ക് തള്ളിയിട്ടെങ്കിലും ആ യോസഫിനെ വിടുവിച്ചെടുക്കുവാൻ വേണ്ടി ദൈവം അവിടെ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു മനുഷ്യനെ അവിടെ അയക്കുക. അവനിൽ കൂടെയാണ് യോസഫിന്റെ ജീവിതം പുതുക്കത്തിലേക്ക് എത്തുവാൻ ഇടയായതെങ്കിൽ നമ്മെ ചിലരൊക്കെ ചില കുഴിയിൽ ചാടിച്ച്, നിന്റെ സ്നേഹിതന്മാർ നിന്നോട് അതേ കാണിച്ച ക്രൂരകൃത്യം ഓർത്ത് നീ ഇന്ന് വ്യാകുലപ്പെടുന്നെങ്കിൽ, അവർ നിന്നെ ചതിയിൽപ്പെടുത്തിയതും നിന്റെ പ്രിയപ്പെട്ടവർ നിന്നെ തള്ളിക്കളഞ്ഞും തള്ളിപ്പറഞ്ഞിട്ട് പോയതും ഒക്കെ അറിയുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ആകയാൽ നമ്മുടെ സങ്കടങ്ങൾ ദൈവം നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. ഈ പകൽക്കാലം ദൈവം നിങ്ങളെ വിടുവിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കണ്ണുനീരിനെ അവൻ ഒപ്പിയെടുക്കാൻ പോവുകയാണ്. നിങ്ങളുടെ വേദനകളെ ദൈവം മാറ്റാൻ പോവുകയാണ്. നിങ്ങളുടെ രോഗങ്ങളിൽ നിന്നും അവൻ നിങ്ങളെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. സ്തോത്രം. ആകയാൽ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക, ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കുക. വിടുവിക്കുന്ന ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം മുൻപോട്ട് പോകുന്നെങ്കിൽ ദൈവത്തിന്റെ വിടുതൽ നിങ്ങൾക്ക് കാണാം, അനുഭവിക്കാം. ആകയാൽ ഈ വചനം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഓർപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.